സഹോദരികളും സഹോദരന്മാരും ചാണക്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മവും അതേസമയം ഏറ്റവും ശക്തവുമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ബന്ധം വളരെ സാധാരണമായതായി തോന്നാം. ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന രണ്ട് മനുഷ്യർ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബന്ധത്തിന്റെ ആഴം അതിനേക്കാൾ വളരെ വലിയതാണ്. ഈ ബന്ധത്തിൽ സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, ത്യാഗമുണ്ട്. അതിലുപരി ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് സമർപ്പിക്കുന്ന ഒരു വിശുദ്ധതയുമുണ്ട്. എന്നാൽ പലപ്പോഴും ഈ വിശുദ്ധമായ ബന്ധത്തിനുള്ളിൽ ഒരാൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സത്യമുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പല പുരുഷന്മാരും മനസ്സിലാക്കാൻ വൈകുന്ന ഒരു സത്യം. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നത്. നിശബ്ദമായ ഒരു വേദന. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വാക്കുകളാൽ മുറിപ്പെടുത്തുമ്പോൾ, അവളെ അപമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അവളുടെ സ്നേഹത്തെ അവഗണിക്കുമ്പോൾ, അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പല പുരുഷന്മാരും കരുതുന്നത് വളരെ ലളിതമാണ്. ഇത് ചെറിയ കാര്യമാണ്, അവൾ മറക്കും, അവൾ എങ്ങോട്ടാണ് പോകാൻ. എന്നാൽ സത്യം അതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ഒരു സ്ത്രീയുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ്. അത് തകർക്കാൻ അധികം ശക്തി വേണ്ട. പക്ഷേ ഒരിക്കൽ അത് തകർന്നാൽ അതേ രൂപത്തിൽ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു നല്ല സ്ത്രീയെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ അവൾ ഉടൻ പ്രതികരിക്കണമെന്നില്ല. അവൾ ശബ്ദമുയർത്തണമെന്നില്ല. അവൾ നിങ്ങളോട് വഴക്കിടണമെന്നില്ല. പക്ഷേ അതുകൊണ്ട് അവൾക്ക് വേദനയില്ലെന്നർത്ഥമില്ല. പലപ്പോഴും ഏറ്റവും വലിയ വേദനകൾ നിശബ്ദതയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. പുറത്ത് ശാന്തം, ഉള്ളിൽ കൊടുങ്കാറ്റ്. ഒരു നല്ല സ്ത്രീയുടെ ഹൃദയം വളരെ വ്യത്യസ്തമാണ്. അവൾ തന്റെ കുടുംബത്തെ തകർന്നുപോകാൻ അനുവദിക്കില്ല. അതിനാൽ പലപ്പോഴും അവൾ തന്റെ വേദന സ്വയം ഉള്ളിൽ ഒളിപ്പിക്കും. പുറത്തെല്ലാം ശാന്തമായി തോന്നും. വീട് സാധാരണ പോലെ നടക്കും. അവൾ പുഞ്ചിരിക്കും, അവൾ സംസാരിക്കും, അവൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടാൻ തുടങ്ങിയിരിക്കും. ആ കൊടുങ്കാറ്റ് ആരും കാണില്ല, പക്ഷേ അതിന്റെ ശക്തി വളരെ വലുതാണ്. രാത്രികളിലെ ചിന്തകൾ. ദിവസം മുഴുവൻ അവൾ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കും. എന്നാൽ രാത്രി വന്നാൽ, ലോകം മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ, അവളുടെ ചിന്തകൾ ഉണരും. അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങും, എന്തിനാണ് ഞാൻ ഇത്രയും സഹിക്കുന്നത്? എന്റെ സ്നേഹത്തിന് ഇവിടെ എന്തു വിലയാണ്? ഞാൻ ശരിക്കും സന്തോഷവതിയാണോ? എന്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകേണ്ടതാണോ? ഈ ചോദ്യങ്ങൾ ആദ്യം അവളെ വേദനിപ്പിക്കും. പക്ഷേ അതേ ചോദ്യങ്ങളാണ് അവളെ പതുക്കെ ശക്തിയുള്ളവളാക്കുന്നത്. അഗ്നിശുദ്ധി. സ്വർണത്തെ നിങ്ങൾ തീയിലിട്ടാൽ അത് ഉരുകും. പക്ഷേ അതിനുശേഷം അത് കൂടുതൽ ശുദ്ധമായ സ്വർണമാകും. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മനസ്സും. വേദനയുടെ തീയിൽ അവളുടെ ആത്മാവ് പതുക്കെ മാറാൻ തുടങ്ങും. അവൾ മുൻപുണ്ടായിരുന്ന ആ പാവപ്പെട്ട, എല്ലാം സഹിക്കുന്ന സ്ത്രീയല്ല ഇനി. അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അവൾ തന്റെ ജീവിതത്തെ പുതിയ കണ്ണുകളോടെ കാണാൻ തുടങ്ങുന്നു. അവൾ നൽകിയ സ്നേഹം. ഒരിക്കൽ പിന്നോട്ടു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയമുണ്ടായിരുന്നില്ലേ? എല്ലാം തകർന്നുപോയ പോലെ തോന്നിയ ഒരു സമയം. നിങ്ങൾ തളർന്നപ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ചപ്പോൾ, ലോകം നിങ്ങളെ നിരസിച്ചപ്പോൾ, ആ സമയത്ത് നിങ്ങളെ താങ്ങി നിർത്തിയത് ആരാണ്? പലപ്പോഴും അതൊരു സ്ത്രീയാണ്, നിങ്ങളുടെ ഭാര്യ. അവൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചു. നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലാത്തപ്പോൾ പോലും അവൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയും. ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. ആത്മാഭിമാനത്തിന്റെ ഉദയം. എന്നാൽ ആ സ്നേഹത്തെ നിങ്ങൾ അവഗണിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വലിയ തിരിച്ചറിവ് ജനിക്കും. എനിക്കു തന്നെ ബഹുമാനിക്കാത്ത ഒരാളുടെ മുന്നിൽ ഞാൻ എന്തിന് ഇത്രയും തകർന്നു നിൽക്കണം? അവൾ പതുക്കെ തന്റെ ആത്മാഭിമാനം തിരിച്ചുപിടിക്കും. അവളിനി വഴക്കിടുകയില്ല, അവൾ കരഞ്ഞപേക്ഷിക്കുകയില്ല. പകരം അവൾ തന്റെ മനസ്സിന് ഒരതിർവരമ്പ് വരയ്ക്കും. മൗനത്തിന്റെ ശക്തി. ഇനി അവൾ നിങ്ങളോട് അധികം സംസാരിക്കുകയില്ല. മുൻപുപോലെ തന്റെ വേദനകൾ പങ്കുവയ്ക്കുകയുമില്ല. അവളുടെ ഉള്ളിൽ ഒരു വലിയ ശാന്തതയുണ്ടാകും. പക്ഷേ ആ ശാന്തത ഒരു വലിയ തീരുമാനത്തിന്റെ ശാന്തതയാണ്. അലറുന്നതിനേക്കാൾ വലിയ ശക്തി മൗനത്തിനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പുരുഷന്റെ വൈകിയ തിരിച്ചറിവ്. പല പുരുഷന്മാർക്കും ഈ മാറ്റം ആദ്യം മനസ്സിലാകില്ല.
അവർ കരുതും, അവൾ എങ്ങോട്ടാണ് പോകാൻ, അവൾ എപ്പോഴും എന്റെ കൂടെയായിരിക്കും. എന്നാൽ അവർ മറക്കുന്ന ഒരു കാര്യം, ഒരു സ്ത്രീയുടെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ആ അതിരവൾ ഒരിക്കൽ കടന്നുപോയാൽ അവൾ തിരിഞ്ഞു നോക്കില്ല. അവസാന സന്ദേശം. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുക, ഒരു നല്ല സ്ത്രീയെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ അവളെ മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും ഐശ്വര്യവും സന്തോഷവും തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. കയ്യിലുള്ള വജ്രം കളഞ്ഞിട്ട് റോഡിലെ കല്ല് തിരയുന്നതുപോലെയാണത്. അതുകൊണ്ട് കൂടെയുള്ള ആ സ്നേഹത്തെ ഇപ്പോഴേ മാനിക്കുക. അതില്ലാതായ ശേഷം കരയുന്നതിനേക്കാൾ കൂടെയിരിക്കുമ്പോൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹൃദയസ്പർശിയായ അറിവുകൾക്കായി ചാണക്യതന്ത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.